നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അസുരാചാര്യനായ ശുക്രൻ തൻ്റെ സുക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും ശത്രുക്ഷേത്രമായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉദ്ദേശം 50 ദിനങ്ങൾ ശുക്രൻ കർക്കിടകം രാശിയിലുണ്ടാകും. ശുക്രനെപ്പറ്റി നാം എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. 2 ആചാര്യന്മാരാണ് നമുക്ക് ജ്യോതിഷത്തിലുള്ളത്. ഒന്ന് ദേവാചാര്യനായ വ്യാഴം, മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ. വ്യാഴം ആത്മീയ സുഖത്തിൻ്റെ കാരകഗ്രഹമാണ്. ഭൗതിക സുഖത്തിൻ്റെ കാരകഗ്രഹമാകുന്നു ശുക്രൻ. 1201 ചിങ്ങമാസം 5-ാം തീയതി പുലർച്ചെ 1:15 ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചത്. അതായത് 2025 ഓഗസ്റ്റ് മാസം 21-ാം തീയതി മുതൽ 50 ദിനക്കാലങ്ങൾ. അതായത് 1201 കന്നിമാസം 23-ാം തീയതി 2025 ഒക്ടോബർ മാസം 9-ാം തീയതി വരെയാണ് ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ശുക്രൻ ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പലപ്പോഴും ഗ്രഹങ്ങൾ പരസ്പരം ശത്രുക്കളാണെങ്കിലും അവ തൽക്കാല സുഹൃത്തുക്കളുമാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയം. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ശുക്രൻ അവരുടെ വിവാഹം, യാത്ര ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. അതിനുമപ്പുറം ശുക്രൻ അവരുടെ 12-ാം ഭാവാധിപനാണ്, വൈകല്യവാനാണ്. എന്തെല്ലാം വൈകല്യങ്ങൾ ശുക്രൻ ഉണ്ടാക്കും, എന്തെല്ലാം വിവാഹ രീതിയിലുള്ള തീരുമാനങ്ങൾ ശുക്രൻ ഉണ്ടാക്കും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനുണ്ട്. ശുക്രൻ നിൽക്കുന്നത് കർക്കിടക രാശിയിലാണ്. ശത്രുസ്ഥാനത്താണെങ്കിലും നല്ല ഭാവത്തിലാണ് ശുക്രൻ്റെ സ്ഥിതി. ശുക്രൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. 9-ാം ഭാവത്തിൽ ശുഭഗ്രഹത്തിൻ്റെ പൊസിഷൻ വളരെ നല്ലതാണ്. 9-ാം ഭാവം എന്നാൽ എന്താകുന്നു? ഭാഗ്യം, ധർമ്മം, ദയ, പുണ്യം, തപസ്, ദാനം, ഉപാസന ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 9-ാം ഭാവം. 9-ാം ഭാവത്തിൽ വ്യാഴം വരികയാണെങ്കിലും ബുധൻ വരികയാണെങ്കിലും അവരൊക്കെ തപസ്യ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ 9-ാം ഭാവത്തിൽ ശുക്രൻ 7-ാം ഭാവാധിപനാണ്. വിവാഹാദി വിഷയങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ്. ആ ശുക്രൻ വിവാഹ വിഷയങ്ങൾക്കൊക്കെ ദൈവാധീനം ഉണ്ടാകും. ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, പുനർവിവാഹത്തിന് ഏറ്റവും അനുകൂലമായ ദിവസങ്ങളാണ് ഈ വരുന്ന 50 ദിവസം. ദ്വിഭാര്യ അർത്ഥി, 2ാമത് ഭാര്യ ആഗ്രഹിക്കും എന്ന് വെച്ചാൽ പുനർവിവാഹം. അപ്പോൾ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെയും ഭർത്താവിന് ഭാര്യമാരെയും ലഭിക്കുവാനുള്ള ഒരു 2 മാസക്കാലത്തോളം 49 ദിവസം അനുകൂലമായ സമയമാണിത്. അത് അങ്ങേറ്റം ഗുണപരമായ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും. അപ്രകാരം തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ, പലിശ മുതലായവയുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ അതിനും വളരെ അനുകൂലമായ സമയമാണ്. ഈ ശുക്രൻ ഉണ്ടാക്കുന്ന വൈകല്യങ്ങൾ എന്തൊക്കെയാണ്? പ്രബലമത ശോക, പ്രബലമായ മതങ്ങൾ, കാമം, അതുമൂലം ദുഃഖമൊക്കെ ഉണ്ടാകാം. അതിനാൽ സ്ത്രീ വിഷയം വളരെ ജാഗ്രത പാലിക്കണം. സ്ത്രീകളിലൂടെ അപഖ്യാതികൾ കേൾക്കുക. ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ, നമ്മുടെ വളരെ ജനകീയനായ ഒരു MLA നശിച്ച് നാരായക്കല്ലായി മാറിയിരിക്കുന്നു. അത്രയധികം ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനാണ് സ്ത്രീ കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചത്. അതിനാൽ സ്ത്രീ വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ട 50 ദിവസങ്ങളാണ്. യുവാക്കളും ശ്രദ്ധിക്കണം, വിവാഹിതരായവർ അവരും ശ്രദ്ധിക്കണം. ഡൈവേഴ്സ് നടക്കും പെട്ടെന്ന്, എന്നിട്ട് മറ്റൊരു വിവാഹത്തിന് ഭാര്യാഭർത്താക്കന്മാർ തയ്യാറാകും. പ്രബല മതശോക എന്ന് പറയുമ്പോൾ പലപ്പോഴും സൗഹൃദങ്ങളിലൂടെ വലിയ ബുദ്ധിമുട്ടുകൾ വരിക, അതിലൂടെ ദുഃഖം അനുഭവിക്കുക, അറിയാതെ ലക്ഷ്മണരേഖ കടന്നു പോവുക, പുതിയ സ്ത്രീകൾ വരിക, സ്ത്രീകളുമായി ബന്ധപ്പെടുക, മാനസിക ശാരീരികമായ സുഖങ്ങൾ സ്ത്രീകളിലൂടെ അനുഭവിക്കുവാനുള്ള താല്പര്യം വൃശ്ചികൻ രാശിക്കാർക്ക് സ്വതവേ കൂടും. സ്വതവേ വൃശ്ചികൻ രാശിക്കാർക്ക് സ്ത്രീ വിഷയത്തിൽ അവർ കുറേ കൂടി അഡിക്റ്റായവരാകും. സ്ത്രീ വിഷയത്തിൽ അപ്രകാരം പുതിയ സ്ത്രീ സൗഹൃദങ്ങൾ വരിക. അവിടെ വൃശ്ചികൻ രാശിക്കാർ സ്വതവേ ധൈര്യം കൂടിയവരാണ്. അപ്പോൾ സാഹസികത ഇഷ്ടപ്പെടുക, സ്ത്രീകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക തുടങ്ങിയ അവസരങ്ങൾ ധാരാളം കൈവന്നു ചേരും. പക്ഷേ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട. മറ്റെല്ലാ വിഷയത്തിലും ഈ ശുക്രൻ സപ്പോർട്ട് ചെയ്യും. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വിഷയത്തിലൊക്കെ ചില നല്ല പ്ലാനിങ്ങുകളാകാം. പലപ്പോഴും സ്ത്രീകൾ സുഹൃത്തുക്കളായി വരിക, സ്ത്രീ സൗഹൃദങ്ങളിലൂടെ തനിക്ക് സാമ്പത്തികമായ ഉന്നമനമുണ്ടാവുക. വലിയ വലിയ ബിസിനസ്സുകാർക്ക് അവരുടെ വ്യാപാരശാലകളിൽ സ്ത്രീകളെ ജോലിക്കായി വെക്കുന്നു. അവരുടെ മാർക്കറ്റിംഗ് ടാലൻറ്റിലൂടെ
തൻ്റെ ബോസിന് ധാരാളം ധനം ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥകളെല്ലാം തന്നെ ഈ സമയത്ത് കൈവരുന്നതാണ്. അതിനാൽ വ്യാപാരത്തിന് ഉപയോഗിക്കുക. ഇന്ദ്രൻ, രംഭ, തിലോത്തമ തുടങ്ങിയ ധാരാളം സ്ത്രീകളെ ഉപയോഗിച്ച് പലരുടെയും തപസ് മുടക്കിയിട്ടുണ്ട്, ധ്യാനം മുടക്കിയിട്ടുണ്ട്. അപ്രകാരം സ്ത്രീകളെ കൊണ്ട് ഒരാളെ നശിപ്പിക്കുവാൻ ഈ ഒരു 50 ദിവസക്കാലം ധാരാളമാണ്. ശ്രദ്ധിക്കുക. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്ക് ശോഭനമായ നല്ലൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.